അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു അടുത്ത് ചെന്ന്, അപ്പോൾ യേശു എന്ത് ചെയ്തു? അടുത്ത് ചെന്നു. ഇന്ന് ആ യേശു നമ്മുടെ അടുത്ത് വരികയാണ്. മക്കളെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ വാക്ക് വേറെ ആരും നമുക്ക് തരാനില്ല. വാക്ക് തന്നാലും മനുഷ്യനല്ലേ, ക്യൂവിലാണ്. ആരെയും കർത്താവ് കൊണ്ടുപോകും, ആരാണെന്നൊന്നും. പക്ഷേ ഒരു ക്യൂവിലും അല്ലാത്ത ഒരാളുണ്ട്. താരാ? സർവശക്തൻ. ഓ, ആ കർത്താവാണ് വാക്ക് തന്നതാണ്. വാക്ക് തന്നത് ആര്? മരണമില്ലാത്ത, എന്നേക്കും ജീവിച്ചിരിക്കുന്ന സർവശക്തനാകുന്ന ദൈവമാണ് നമുക്ക് വാക്ക് തന്നത്. ഇവിടം വിട്ട് പോകുന്ന ഒരു മനുഷ്യനല്ല വാക്ക് തന്നത്, പിന്നെ എന്നും എപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് വാക്ക് തന്നത്. ആ കർത്താവ് അടുത്ത് വന്നു. അടുത്ത വരി. സ്വർഗത്തിലും ഭൂമിയിലും. എന്നിട്ട് ആ കർത്താവ് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അടുത്ത, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ. അടുത്ത വരി പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. നോക്കിയേ, സ്നാനം കൊടുക്കണം. അവരോട് പറഞ്ഞു സ്നാനം കൊടുക്കണം. അടുത്ത്, സ്നാനം മാത്രം പോരാ, പിന്നെ എന്ത് വേണം? ഞാൻ കൽപ്പിച്ചതൊക്കെയും, ഞാൻ പറഞ്ഞ വചനമുണ്ട്. നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ നടന്നപ്പോൾ ജനത്തോട് പറഞ്ഞൊരു വചനമുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും. എന്ന് വെച്ചാൽ എന്തോന്നാ? ആരെ കിട്ടിയാലും. കണ്ടോ, യേശുവിന് അങ്ങനെ വലിപ്പച്ചെറുപ്പമുണ്ടോ? ഇല്ല. പിന്നെ സ്തോത്രം, വേർതിരിച്ചതാരാ? മനുഷ്യൻ. ദൈവമല്ല. ദൈവം ആരെയും വേർതിരിച്ചിട്ടില്ല. ദൈവം സ്ത്രീയും പുരുഷനും ആക്കി, അല്ലേ? ഏതെങ്കിലും തോട്ടത്തിൽ എന്താ ചെയ്തേ? സ്ത്രീയും പുരുഷനെ ഉണ്ടാക്കി. അത്രേ ഉള്ളൂ ദൈവം ചെയ്തു. പക്ഷേ ബാക്കി എല്ലാ സംഭവവും വന്നത് എങ്ങനെയാണ്? മനുഷ്യൻ ചെയ്തതാ. അപ്പം കർത്താവിന് വേറെ ഒരു വേർതിരിവില്ല. അതുകൊണ്ട് കർത്താവ് സകല ജാതികളെയും, ഏത് ഭാഷയാകട്ടെ, ഏത് വർഗമാകട്ടെ, ഏത് വർണ്ണമാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ആരും ആകട്ടെ, സകല ജാതികളെയും. ആരൊക്കെ വന്നാലും, ആരൊക്കെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ വന്നാലും, ആരൊക്കെ വിശ്വസിച്ചാലും, ആരൊക്കെ ക്രൂശിലേക്ക് നോക്കിയാലും, സകല ജാതികളെയും ആരാക്കണം? ശിഷ്യരാക്കണം. ഓ, കരമടിച്ചെന്ന് ശ്രദ്ധിച്ചേ, കരമടിച്ചെന്ന് മകത്തപ്പെടുത്തിക്ക്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അങ്ങനെയെങ്കിൽ അതിരിക്കുന്ന ഓരോരുത്തരും ആരാണ്? ശിഷ്യരാണ്. പറഞ്ഞേ, ഓ, ഞാൻ സാധാരണ ആളല്ല, എന്റെ യേശുവിന്റെ അടുക്കൽ വന്ന പൈതലാണ് ഞാൻ. അങ്ങനെയെങ്കിൽ ഞാൻ സകല ജാതികളുടെയും നടുവിൽ കിടന്ന എന്നെ എന്റെ യേശുവിന് ശിഷ്യയാക്കി. ഒന്നുകൂടെ വായിച്ചാ വരി. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. അപ്പൊ നമ്മളാരാണ്? നമ്മളാരാണ്? അതോ ഈ 12 ശിഷ്യന്മാർ മാത്രമാണ് ശിഷ്യര്? പിന്നെ ആരാ? നമ്മള് ശിഷ്യരാ. ഹല്ലേലൂയ. ചിലർ ആയിരിക്കും 12 ശിഷ്യന്മാർ മാത്രമാണ് ശിഷ്യൻ. ഹല്ലേലൂയ. നമ്മൾ പിന്നെ ശിഷ്യരല്ലാന്ന് വിചാരിക്കും. പക്ഷെ വചനത്തിൽ പറയുന്നു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആ ജാതിയുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആരാണ്? ശിഷ്യരാണ്. യേശുവിൻ്റെ ശിഷ്യരാണ്. ഹല്ലേലൂയ. ശിഷ്യനാണ്. മറന്നു പോകരുത്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അടുത്ത വാക്യം. ഞാനോ. അടുത്ത വാക്യം കണ്ടോ? ഞാനോ നിങ്ങൾ പോയി ശിഷ്യരാക്കണം. ഇനി ഞാനോ ലോക അവസാനത്തോളം ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെൻ്റെ സങ്കേതം, വിശ്രാമനാൾ തോറും അവനെൻ്റെ സർവ്വവുമേ. അവനെൻ്റെ സങ്കേതം, വിശ്രാമം നാൾ തോറും അവനെൻ്റെ സർവ്വവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിലവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോട് കൂടെ. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ.
യേശുപ്പച്ചൻ പറഞ്ഞു, മക്കളെ സകല ജാതികളെ ഈ ശിഷ്യരാക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം. വായിച്ചു ഒന്നൂടെ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. ഒരു ദിവസം ഇരിക്കാന്നല്ല, പിന്നെ ഒരു മാസം ഇരിക്കാന്നല്ല, ഒരു വർഷം ഇരുന്നിട്ട് മാറാന്നല്ല, പിന്നെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചു. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് വലുത്, ദുഷ്ടന്മാർ അയ്യോ ഒറ്റയ്ക്കായല്ലോ എന്ന് പറയുന്നതാണ് നല്ലത്. ഏതാണ് ശരി ഏതാ? ശത്രു എന്തെന്ന് പറയും, കണ്ടോ നീ ഇപ്പം ദൈവത്തിനെയൊക്കെ വിചാരിച്ചിറങ്ങിയല്ലോ, ഇപ്പം ആരെങ്കിലും ഉണ്ടോ, നീ ഒറ്റയ്ക്കായില്ലേ എന്ന് പറഞ്ഞാൽ അതാണോ ശരി? ഇതാണോ ശരി? ഈ പറഞ്ഞ വചനമാണോ ശരി? അതാണോ ശരി? ഏതാ ശരി? ഇതൊക്കെ വരും, ഇതൊക്കെ ശബ്ദം അടുത്ത് വരും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഏതാ ശരി? യേശു പറഞ്ഞതാണ് ശരി. യേശു എന്താ പറഞ്ഞ? ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മുടെ മക്കളെല്ലാം നാളും നമ്മളിവിടെ ഇല്ല. അവരവരുടെ ആവശ്യത്തിന് മാറി പോകത്തില്ലേ? ഇടയ്ക്കൊക്കെ കിട്ടുള്ളൂ അല്ലേ? നമ്മുടെ കുടുംബത്തിൽ ഏതംഗങ്ങളായിരുന്നാലും അങ്ങനെയാണ്. നമുക്ക് ചില സമയത്ത് കിട്ടൂല്ലേ? ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളില്ലേ? എല്ലാവർക്കും ആവശ്യമുണ്ട്. പക്ഷേ എപ്പോഴും കിട്ടുന്ന ഒരാളേ ഉള്ളൂ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ എപ്പോഴും കിട്ടുന്ന ഒരാളതാരാ? യേശു ക്രിസ്തു. നമ്മളെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ആരാ? ഏത് വാക്കാ അപ്പം ശരി? ഏത് വാക്ക്? മനുഷ്യൻ പറയും, മക്കളെ ഞാൻ നിന്നെ നോക്കിക്കോളാം, നിന്റെ കൂടെ ഞാൻ ഉണ്ട്. ചില മക്കൾ പറയൂലേ, അമ്മ സങ്കടപ്പെടാം, ഞാനുണ്ടെന്നേ. സ്വത്രം. ചില സമയം ഫോൺ വിളിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അമ്മയോട്, അമ്മ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്, എത്ര കിലോമീറ്റർ നോക്കിക്കോളൂ, ഞാൻ ഉണ്ടല്ലോ, മക്കളുണ്ടല്ലേ, പിന്നെ ഓക്കെ ഇത്രയും മതി, മക്കളുണ്ടല്ലേ. വാക്ക് കിട്ടിക്കഴിഞ്ഞ പക്ഷേ ഞാൻ ഇവിടെ കിടക്കുക, ഈ വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവമാണെങ്കിലോ നെയ്യാറ്റിക്കര അങ്ങ് മാറ്റമല്ല, പിന്നെ തൊട്ടുകൂടെ. കണ്ടോ, എൻ്റെ വാക്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെയോ വാക്കിൽ മാത്രമല്ല, പിന്നെ പ്രവൃത്തിയിലും. വാക്കിൽ മാത്രമല്ല, സംഭവത്തിലും പ്രവൃത്തിയിലും. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ വാക്കിൽ മാത്രമേ ഉള്ളൂ, എവിടെയല്ലേ? പക്ഷെ ദൈവം വാക്കിലും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. എന്നെയും ശക്തനാക്കി മാറ്റണേ, ഞാനേറ്റം ബലഹീനനാ. എന്നെയും ശക്തനാക്കി മാറ്റണേ, ഞാനേറ്റം ബലഹീനനാ. ബലഹീനനാ ഞാൻ, ബലഹീനനാ, ബലഹീനനാ ഞാൻ, ബലഹീനനാ. യേശുവേ അങ്ങെന്നിൽ ബലമാകണേ, യേശുവേ അങ്ങെന്നിൽ ബലമാകണേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വാക്കുകൊണ്ട് പലരെയും താങ്ങുമ്പോൾ എൻ്റെ ദൈവം വാക്കുകൊണ്ട് താങ്ങുക മാത്രമല്ല, അടുത്ത് നിൽക്കുകയും കൂടെ ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം വാക്കുകൊണ്ട് താങ്ങുക മാത്രമല്ല, നമ്മൾ വാക്കുകൊണ്ട് താങ്ങൂലേ? അടുത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല, കുറച്ച് നേരം നിൽക്കത്തുള്ളൂ. പോകും, ഒന്ന് കാണും, അമ്മ ഞാനുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോരും. സ്തോത്രം. പക്ഷേ ദൈവം അങ്ങനല്ല, പറഞ്ഞിട്ട് പോരൂല, പറഞ്ഞിട്ട് കൂടെ നിൽക്കും. കണ്ടോ, ഞാനും ദൈവം തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമ്മൾ അപ്പം ആരെ വിശ്വസിക്കണം? ദൈവത്തെ. ദൈവത്തെ. മനുഷ്യരല്ല, വാക്കുകൊണ്ട് താങ്ങേണ്ടതല്ല, വാക്കുകൊണ്ട് താങ്ങിക്കൊള്ളും, പക്ഷേ വിശ്വസിക്കേണ്ടത് ദൈവത്തെയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കേണ്ട മനുഷ്യനല്ല. നീ ഒറ്റയ്ക്കായല്ലോ, കണ്ടോ, നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി എപ്പോഴും ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കണ്ടോ നീ ഒറ്റയ്ക്കായത്? ആരെങ്കിലും നിന്നെ സഹായിക്കാനുണ്ടോ? ആരെങ്കിലും നിന്നെ താങ്ങാനുണ്ടോ? ആരെങ്കിലും നിന്നെ ബലപ്പെടുത്താനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ നടുവില് നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ നടുവില് സ്തോത്രം. ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞു, മക്കളെ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ. ഈ പറഞ്ഞ വരി ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ട്? പറഞ്ഞേ, എല്ലായിടത്തും ആരുണ്ട്? യേശു ഉണ്ട്. പറഞ്ഞേ, എല്ലായിടത്തും ആരുണ്ട്? യേശുപ്പച്ചനുണ്ട്. എല്ലായിടത്തും ആരുണ്ട്? എൻ്റെ സ്വർഗത്തിലെ ദൈവം ഉണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോളണം. നമുക്ക് മനുഷ്യൻ്റെ വാക്കല്ല വലുത്. മനുഷ്യൻ പറയും, നീ ഒറ്റയ്ക്കായല്ലോ, കണ്ടോ വീട്ടുകാരൊക്കെ നിന്നെ തള്ളി പറഞ്ഞില്ലേ,
നീ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ കൂടെ വീട്ടിലുള്ള ആരെങ്കിലും നിൽക്കാനുണ്ടോ? ഇതല്ലേ ആൾക്കാർ പറയുന്നത്. സ്വത്ര ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ? സ്വത്ര സഭക്കാരെങ്കിലും നിനക്ക് പേരും പ്രശസ്തി തന്നെന്ന് ചോദിച്ചില്ല. ഒറ്റപ്പെട്ടതുപോലെ തോന്നിയില്ലേ? അപ്പോൾ സ്വത്രം. അപ്പോൾ നമ്മൾ ചിന്തിച്ചെന്തോന്നാ? ഞാൻ അപ്പോൾ ഉടൻ ചിന്തിച്ചത് എൻ്റെ കൂടെ നിന്ന് ആൾക്കാരെയും മാറിപ്പോയൊരു മര്യാദയ്ക്ക് അവരൂടെ കാണുമായിരുന്നു, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് മാറാതെ, ഇതെല്ലാം ചിന്തിച്ചേ. പക്ഷേ യേശുപ്പച്ച പറഞ്ഞു ലോകാവസാനത്തിന് ഞാൻ കൊണ്ട്. അപ്പോൾ ഏതാ ശരി? യേശു പറഞ്ഞ വരിയാണ് ശരി. അവർ പറഞ്ഞതാണോ ശരി? യേശു പറഞ്ഞതാണോ? യേശു പറഞ്ഞതാണ്. അവർക്ക് ഈ ലോകത്തിലുള്ള ആർക്കും രാത്രിയും പകലും ഒരുപോലെ നമ്മളോട് കൂടെ നിൽക്കാൻ കഴിയത്തില്ല. പക്ഷേ രാത്രിയും പകലും പ്രശ്നത്തിലും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും കണ്ണുനീരിന് നടുവിലും ഒറ്റപ്പെട്ട നടുവിലും ഞരക്കത്തിന് നടുവിലും ആര് തള്ളിക്കളയുമ്പോഴും ആരുപേക്ഷിക്കുമ്പോഴും ആരകന്നു പോകുമ്പോഴും എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലും ആർക്ക് രക്ഷിക്കാൻ പറ്റാത്തടത്തും നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ വിളിച്ചിറക്കിയ ദൈവമാണ്. ഇന്ന് എന്നെ നിന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ പൈതലെ ഒരിടത്തും മനുഷ്യന്റെ വാക്ക് ശ്രദ്ധിക്കല്ലേ, ലോകത്തിന്റെ വാക്ക് ശ്രദ്ധിക്കല്ലേ, ശത്രുവിന്റെ വാക്ക് ശ്രദ്ധിക്കല്ലേ, ദൈവത്തിന്റെ വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ ഒരിടത്തും പതറിപ്പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ഒരിടത്തും തള്ളിക്കളയാൻ, ഒരിടത്തും മാറ്റിവിടുവാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെയോ നമ്മളെ ചേർത്ത് പിടിച്ച്, ചങ്കോട് ചേർത്ത് പിടിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ മക്കളെ ഒന്നുകൂടെ വാക്യം വായിച്ചേ. ലോക അവസാനത്തോളം തൊട്ട് മുമ്പ് അത്രയും വാക്യം വായിച്ച്, അത്രയും വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്റെ അപ്പൻ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ഈ അധികാരമുള്ളവനാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത്. കണ്ടോ, എന്നെ പുറത്തു കൊണ്ടത് ആരാ? അധികാരമില്ലാത്തവനാണോ? അധികാരമുള്ളവനാണോ? അധികാരമുള്ള ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. പറഞ്ഞേ, എന്നെ പുറത്തു കൊണ്ടുവന്നത് അധികാരമുള്ളവൻ. പറഞ്ഞേ, എന്നെ പുറത്തു കൊണ്ടുവന്നത് അധികാരമുള്ള കർത്താവാണ്. അതുകൊണ്ട് ഈ ലോകത്തെയല്ല ഞാൻ പേടിക്കേണ്ടത്, മനുഷ്യനല്ല പേടിക്കേണ്ടത്, ശത്രുവിനല്ല പേടിക്കേണ്ടത്. എന്നെ അധികാരത്തോടെ പുറത്തു കൊണ്ടുവന്ന സർവശക്തൻ എന്ത് പറയും അതെന്ന് മാത്രം ഞാൻ നോക്കിയാൽ മതി. അടുത്ത വാക്യം വായിച്ചേ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അത് എടുത്ത് പറയുന്നുണ്ടോ? ആ വാക്യം എടുത്തു പറഞ്ഞതുണ്ടോ? സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എടുത്ത് പറഞ്ഞുണ്ടോ? എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയണം, മക്കളെ ഞാൻ അതിൻ്റെ പുറത്ത് കൊണ്ടുവരുന്നത് എല്ലാ അധികാരത്തിൻ്റെ ഉടമസ്ഥൻ. യേശുപ്പച്ചൻ പറഞ്ഞു, എല്ലാ അധികാരത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് മറ്റാൾക്കാർ വേറെ ലോക വാക്കുകളല്ല നമ്മുടെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എന്നോട് എന്ത് പറയുന്നു? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം എന്നോട് എന്ത് പറയുന്നു? ദൈവം എന്നെ ഇറക്കിയിട്ട് വഴിയിൽ വിട്ടിട്ട് പോകുമോ? ഇല്ല ഇല്ല ഇല്ല. പറഞ്ഞേ, ദൈവം എന്നെ വിളിച്ചിറക്കിയിട്ട് വഴിയിൽ വിട്ടിട്ട് പോകുമോ? ഇല്ല ഇല്ലേ ഇല്ല. മനുഷ്യൻ പോയെന്ന് വരാം, മാറിയെന്ന് വരാം, വാക്ക് തന്നവരെല്ലാം നമ്മെ പിരിഞ്ഞു പോയെന്ന് വരാം. പക്ഷേ പിരിയാത്ത സഖിയായിട്ട് കൂടെ നടക്കുന്ന ഒരാളെ ഉള്ളൂ. അതാരാണ്? യേശു ക്രിസ്തു. പാട്ടുകാരൻ പാടി, ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഹല്ലേലൂയ. അപ്പോൾ ഓരോ നിമിഷവും നമ്മളെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. സ്നാനപ്പെടുക മാത്രമല്ല, സ്നാനപ്പെട്ട ശേഷം സത്യവചനം എന്ത് ചെയ്യണം? അത് കേൾക്കുകയും ധ്യാനിക്കുകയും ആ വചനത്തിലൂടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വീണ് കിടക്കുകയും വേണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ മുമ്പിൽ അപ്പച്ച എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല കർത്താവ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല കർത്താവെ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ മാസം, ഈ മാസം ശ്രമിച്ചു കാണുമായിരിക്കും ആരെങ്കിലുമൊക്കെ. കഴിഞ്ഞ മാസം നമ്മൾ കൺവെൻഷന് പോകുന്നതിന് മുമ്പ് സ്ട്രിക്റ്റായിട്ട് ഇവിടെ പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞേ? കരോക്കിയോ ഇട്ടേ പാടാൻ പറ്റൂ, കരോക്കിയോ ഉള്ളവർ കൊണ്ടുവരണം, എന്നിട്ട് പാടി കൊണ്ടുവരണം എന്ന് പറഞ്ഞു അല്ലേ? സ്വത്രം. അപ്പോൾ അന്ന് പലരും പറഞ്ഞു അത് ഇട്ട് പാടാൻ അറിയത്തില്ല, അത് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു? അത് ഇട്ടിട്ട് നോക്കാൻ തുടങ്ങി, പാടാൻ പറ്റുമെന്നൊക്കെ നോക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നി. പിന്നത്തേതിൽ എന്ത് ചെയ്തു? അതെന്താ പറ്റിയേ? ആദ്യം വീണു അല്ലേ?
വീണു. പിന്നെ കർത്താവെ അങ്ങ് ശക്തി തരണേന്ന് പറഞ്ഞ് നിർത്തിയില്ലേ? ആണോ അല്ലേ? ഇതുപോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാൻ പോയ വീഴും ആദ്യം. പക്ഷെ കർത്താവ് നമ്മുടെ മേലെ ഇറങ്ങി കൃപയെ തന്നാൽ പിന്നത്തേതിൽ നമ്മളെ ആ വഴിയിലൂടെ എൻ്റെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടു പോകാൻ ഇടയായി തീരും. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ അല്ല, പിന്നെയോ നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ, ആശ്രയിക്കുമ്പോൾ ദൈവം തന്നെ വചനത്തിലൂടെ നടക്കാൻ ജയിച്ച ഒരു കർത്താവാണ് നമ്മുടെ യേശു. ആ കർത്താവ് ആ വചനത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പറഞ്ഞു തരും. പലപ്പോഴും കഴിഞ്ഞ നാളുകൾ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവുമാണ് ആമേ ജീവിതത്തിനകത്ത് അനുഭവിച്ചതെങ്കിലും എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, അവയുടെ നടുവിലും നമ്മുടെ കണ്ണുനീരൊപ്പി, നമ്മുടെ വേദന മാറ്റി, നമ്മുടെ ദുഃഖം മാറ്റി, നേരി വഴിയിലൂടെ നമ്മളോട് സംസാരിച്ച് കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മളോട് പറയും, മക്കളെ ഈ വഴിയേ നീ വാ, ഞാൻ നിന്നോട് സംസാരിക്കാം, നീ ഈ വഴിയേ വാ. കഴിഞ്ഞ നാളുകളിൽ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും ഞെരുക്കത്തിൻ്റെയും അവസ്ഥകളിലാണ് നടന്നു പോയെങ്കിലും എൻ്റെ കർത്താവ് പറയുന്നു, ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. ഇനി നിന്റെ ഉപദേഷ്ടാവ്, കഴിഞ്ഞ നാളുകൾ നീ കരഞ്ഞു, കഴിഞ്ഞ നാളുകൾ നീ വിലപിച്ചു, കർത്താവ് എന്ത് ചെയ്യും എന്നൊക്കെ സങ്കടപ്പെട്ട സ്ഥാനത്ത് ഇന്ന് എൻ്റെ കർത്താവ് അറിയില്ല മക്കളെ, ഓ കഴിഞ്ഞ നാളുകൾ നിന്റെ വിലാപത്തെ ഈ നാളുകളിൽ ഞാൻ നൃത്തമാക്കി മാറ്റും. നിന്റെ വേദനകളെല്ലാം ഞാൻ മാറ്റും. നിന്റെ ഭാരങ്ങൾ ഞാൻ മാറ്റും. ഞാൻ സർവശക്തിയുള്ള ദൈവം മാത്രമേ. ആ കർത്താവ് പറയും, നീ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ ധൈര്യമായി മുന്നോട്ട് പോ. നീ കഴിഞ്ഞ നാളുകളിൽ ഭാരപ്പെട്ട സകല വിഷയങ്ങളുടെ നടുവിലും ഞാൻ ഇറങ്ങി വന്ന് നിനക്ക് മറുപടി തരുവാൻ മതിയായവനാണ്. കഴിഞ്ഞ നാളുകളിൽ നീ കഷ്ടത്തിന്റെ വെള്ളമാണ് കുടിച്ചതെങ്കിൽ ഈ നാളുകളിൽ ഞാൻ നിന്നെ ആ കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിന്ന്, ആ വേദനയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തെടുത്ത് എൻ്റെ പൈതലാക്കി മാറ്റും. ഉൽപ്പത്തി പുസ്തകത്തിനകത്തേക്ക് വരുമ്പോൾ കർത്താവ് വിളിച്ചിറക്കിയ ഒരു മനുഷ്യനാണ് അബ്രഹാം എന്ന മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിച്ചേ, 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ സ്തോത്രം, കർത്താവ് പറഞ്ഞു, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കാൻ എൻ്റെ ദൈവം വിളിച്ചിറക്കി. കണ്ടോ, സ്നാനപ്പെടുത്താൻ വിളിച്ചിറക്കി. സ്നാനം കൊണ്ട് തീർന്നില്ല, അടുത്ത കൽപ്പനകൾ പ്രമാണിക്കണം. അത് പ്രമാണിക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. പക്ഷേ അതിലൂടെ നടക്കണമെങ്കിൽ നടന്ന് ജയിച്ച ഒരുവനേ ഉള്ളൂ. ജയിച്ചവന് മാത്രമേ തോറ്റ എന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ജയിച്ച ഒരുവന് മാത്രമേ ജയമില്ലാതെ തോൽവി അടഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയെ ഹല്ലേലൂയ ജയത്തോടെ കൊണ്ടുപോകാൻ പറ്റൂ. ആ ജയമുള്ള യേശുവിന്റെ മുമ്പിൽ ആശ്രയിക്കുമ്പോൾ തോറ്റ എന്നെ കൂടെ ആ കൈക്ക് പിടിച്ചിട്ട് പറയും, മക്കളെ വാ, ഞാനുണ്ട് നിന്റെ കൂടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് നിന്നെ തോറ്റ അവസ്ഥയിൽ നിന്നും പൊക്കിയെടുക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. നമ്മളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, അന്ത്യം വരെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 12-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നോക്കിയേ, ഒരുപാട് ശബ്ദങ്ങൾ അവിടെ വന്നു അല്ലേ? പക്ഷേ സ്തോത്രം, ഒരുപാട് മാനുഷികമായ ശബ്ദങ്ങളൊക്കെ ഒരുപക്ഷെ അബ്രഹാമിന്റെ അടുത്ത് വന്നു കാണും. പക്ഷെ അബ്രഹാം നോക്കിയത് ആരുടെ ശബ്ദമാ? ദൈവം എന്നോട് എന്ത് പറയും? നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ദൈവം എന്നോട് എന്ത് പറയും? ദൈവം എന്നോട് എന്ത്? നിങ്ങൾക്ക് വെള്ളം പിടികിട്ടിയോ? ദൈവം കണ്ടോ, ഒരുപാട് ശബ്ദങ്ങൾ വന്നു അല്ലേ? അപ്പോൾ അബ്രഹാം നോക്കി ആരുടെ ശബ്ദമാണ്? ഒരുപക്ഷെ അബ്രഹാമിന്റെ അടുക്കൽ ഇതിൽ എഴുതിയിട്ടില്ലെങ്കിലും ഇന്ന് നോക്കിയേ, രാവിലെ ഞാൻ ഇതൊക്കെ കേട്ടു. ഇത് ഇവിടെ ഈ വചനമൊക്കെയാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹല്ലേലൂയ. കർത്താവ് അതിന് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ അത് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ അതൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നോക്കിയേ, തിരുവചനത്തിൽ നോക്കിയേ, ഒരുപക്ഷെ അബ്രഹാമിന്റെ അടുക്കലും ശത്രു പലതും പറഞ്ഞു കാണും. നീ ചാടി ഇറങ്ങി എന്ത് ചെയ്യും? നീ വല്ലതും തിരിഞ്ഞു പിരിഞ്ഞ് നോക്കിയിട്ടാണോ ഇറങ്ങുന്നത്? നീ എല്ലാം വല്ലതും കണ്ടുവച്ചിട്ടാണോ ഇറങ്ങുന്നത്? നീ കുടുംബമായിട്ട് ചാടി ഇറങ്ങി പോകുമ്പോൾ നിന്നെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? നീ വല്ല ദേശത്തും ചെന്ന് അകപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ അബ്രഹാം ചിന്തിക്കണ്ടായിരുന്നോ? ചിന്തിച്ചു കാണുമായിരിക്കും ഒരു പക്ഷേ, ദൂരെ കൂടെയൊക്കെ പറഞ്ഞാണ്. അപ്പോഴും അബ്രഹാം നോക്കിയത്, കൈക്ക് പിടിച്ച് പുറത്തിറക്കിയവൻ എന്നോട് എന്ത്? കൈക്ക് പിടിച്ച് പുറത്തിറക്കിയവൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ നിങ്ങളെ കൈക്ക് പിടിച്ച് പുറത്തിറക്കിയ സർവശക്തൻ എന്നോട് നിങ്ങളോട് എന്ത് പറയുന്നു? പറഞ്ഞ് അമ്മേ, നിങ്ങളോട് എന്ത് പറയും? ഇന്ന് രാവിലെ നിങ്ങളോട് എന്ത് സംസാരിച്ചു? ഇന്നലെ എൻ്റെ ദൈവം എന്ത് സംസാരിച്ചു? നമ്മൾ ഓരോ സെക്കൻഡ് ശ്രദ്ധിക്കണം. അപ്പാ, ഇന്ന് അങ്ങ് എന്നോട് എന്താണ് സംസാരിച്ചത്? ഇന്നലെ അങ്ങ് എന്താണെന്നാണ് എന്നോട് സംസാരിച്ചത്? മിനിഞ്ഞാന്ന് അങ്ങ് എന്താണ് എന്നോട് സംസാരിച്ചത്? ഓരോ ദിവസം ഓരോ നിമിഷവും നമ്മളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അതെല്ലാം കാര്യത്തിലൂടെ പോകുമ്പോഴും അവിടെയൊക്കെ നമ്മളെ ഓരോ സമയത്ത്
സംസാരിച്ച് കർത്താവ് ക്രിസ്തുവിൽ ഉറപ്പിക്കും. ഓരോ സ്ഥലത്തും ക്രിസ്തുവിൽ ഉറപ്പിക്കും, വചനത്തിലൂടെ ഉറപ്പിക്കും, ശബ്ദം നൽകി ഉറപ്പിക്കും, വചനം കേൾപ്പിച്ച് ഉറപ്പിക്കും. നമ്മൾ വീണ് പോകാതിരിക്കേണ്ടത് വചനം കേൾപ്പിച്ച്, വചനം തന്ന്, വചനത്താൽ ഉറപ്പിക്കും. വചനം തന്നാണ് ഉറപ്പിക്കുന്നത്. എങ്ങനെ? സ്വത്രം വചനം തന്ന് നമ്മളെ ചില വിഷയങ്ങൾ ഉറപ്പിക്കും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തിരുവചനം ഉറപ്പിച്ചെന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷെ വചനവും തന്ന് നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പിക്കും. മക്കളെ, ഞാൻ ഇതാണ് നിന്നോട് പറയുന്നത്. അബ്രഹാമിനോട് പറഞ്ഞു, നീ പോക. ഒരുപക്ഷെ അബ്രഹാമിന് ഒരു ചുറ്റും പല വാക്കുകളും ആൾക്കാർ ചോദിച്ചു കാണും. എന്ത് ചെയ്യും? എങ്ങനെ ആയിരിക്കും? നീ എന്തോന്ന് എടുക്കും? അവിടെ ചെല്ലുമ്പോൾ എന്തോന്ന് ഭക്ഷിക്കും? നീ എങ്ങനെ താമസിക്കും എന്നൊക്കെ ലോകവും ശത്രുവും ചോദിച്ചു കാണും. ഒരുപക്ഷെ അവിടെയൊക്കെയും അബ്രഹാം നോക്കിയതാരെ, എൻ്റെ ദൈവം എന്നോട് എന്ത് പറയുന്നു? എൻ്റെ ദൈവം, ഹല്ലേലൂയ, എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ, എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, ജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. ഓ യേശു മതിയായവൻ. ഓഹോ യേശു മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം നോക്കിയത് വേറെ ആരുമല്ല, ദൈവം എന്നോട് എന്ത് പറയും? അബ്രഹാം നോക്കി അടുത്ത വാക്യം വായിച്ചേ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അടുത്ത്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു മറ്റുള്ളവരെന്താ പറഞ്ഞേ? പുറത്തിറങ്ങിയപ്പോൾ എന്താന്ന് പറഞ്ഞേ? ഒരു പറഞ്ഞു കാണും. അടുത്ത് വന്ന് നീ പോക്കായി. ദൈവം എന്താ പറഞ്ഞേ? നീ ഒരു അനുഗ്രഹമാകും. മറ്റവരെന്തെന്ന് പറഞ്ഞേ? കണ്ടോ, ഇനി നിന്റെ കാര്യം എന്താകും? പോക്കാകും. ശത്രു എന്തെന്ന് പറഞ്ഞേ? നിന്റെ കാര്യം പോകാം. പക്ഷെ ദൈവം എന്തെന്ന് പറഞ്ഞേ? നീ ഒരു. അപ്പോൾ അതിൽ ഏതാ ശരി? അവർ പറഞ്ഞാണോ ശരി? ഇതാണോ? നമ്മൾ എപ്പോഴും ഈ വചനം കേട്ടിട്ട് വീട്ടിൽ പോകുമ്പോഴൊക്കെ നോക്കിക്കൊള്ളണം. ശബ്ദം കേൾക്കും, ആരും കാണൂല എന്ന് കേൾക്കും. അപ്പോൾ നേരത്തെ കേട്ട വചനം എല്ലാ നാളും നിൻ്റെ കൂടെ ഉണ്ട്. ആ വചനം ഓർത്തിട്ട് പറയണം, കേടാ നിന്റെ ശബ്ദമല്ല എനിക്ക് ആവശ്യം, ഇതിന് നടുവിൽ മറ്റൊരുവിൻ്റെ ശബ്ദം എനിക്കുണ്ട്, എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന്. രണ്ടാമത് അവൻ പറയും, നിന്റെ കാര്യം പോക്കാം, നിന്നെ നിന്നെ ആരും സ്തോത്രം ഉൾക്കൊള്ളത്തില്ല, നീ പറയുന്ന ആരും കേൾക്കത്തുമില്ല, നീ അനുഗ്രഹത്തിന് പോരാൻ ശാപം പിടിപ്പിച്ചു പറ്റാൻ പോകുന്നു, എന്തിനാ ശാപം പിടിച്ചു പറ്റാൻ ഇതൊക്കെ ചെയ്ത് ഇറങ്ങുന്നത് എന്ന് ചോദിക്കൂലേ? ആര് പറഞ്ഞത് ശരി? ദൈവം പറഞ്ഞു, മനുഷ്യൻ പറഞ്ഞു നീ ശാപം ഏറ്റുപിടിക്കും, ദൈവം പറഞ്ഞു നീ അനുഗ്രഹിക്കപ്പെടും.
ഏതാ ശരി? അവർ പറഞ്ഞാണോ ശരി? ദൈവം പറഞ്ഞാണോ? പറ. എനിക്ക് എൻ്റെ യേശു പറഞ്ഞ വാക്കാ ശരി. ആര് പറഞ്ഞ വാക്കാ ശരി? യേശുപ്പച്ചൻ പറഞ്ഞ വാക്കാണ് ശരി. ദൈവം പറഞ്ഞ വാക്കാണ് ശരി. ശപിക്കൂല, പിന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ, ശാപമല്ല, അനുഗ്രഹമായി മാറും. വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ പേർ വലുതാക്കും. നാട്ടുകാരെന്താ പറഞ്ഞു? അവൻ ഇറങ്ങിയതോടും കൂടെ അവന് പട്ട് പിടിച്ചിറങ്ങിയതാന്ന് പറഞ്ഞില്ലേ? അവിടെ എല്ലാ പേര് പറഞ്ഞ് നാണം കെടുത്തി അവരുടെ അഡ്രസ്സ് കളഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേർ അവിടെ ഇല്ലാതാക്കി, ഞാൻ നിന്റെ പേർ വലുതാക്കും. കേട്ടോ, ദൈവത്തിൻ്റെ വാക്ക് കണ്ടോ? ഞാൻ നിന്റെ പേർ എൻ്റെ അർത്ഥം എന്താ? ഇവിടെ ദേശത്ത് മൊത്തം വലുതാക്കുന്നതാണോ? ഇതൊന്നുമല്ല, അർത്ഥം വേറെയാണ്. ഹല്ലേലൂയ. മക്കളെ, നിസ്വർഗത്തിൽ കോടി കോടി ജനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സാധസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഏറെ നാളായി കാൺമനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, ഏറെ നാളായി കാൺമനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാ ഓടാണഞ്ഞിടുവേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാ ഓടാണഞ്ഞിടുവേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സാധസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണോ വലുത്, അതോ ലോകം പറഞ്ഞതാണോ, മനുഷ്യൻ പറഞ്ഞതാണോ വലുത്? ആര് പറഞ്ഞതാ വലുത്? ദൈവം പറഞ്ഞതാണ് വലുത്. ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കർത്താവ് ഒരാളിനെ വെളിയിലെടുത്താൽ അത് ബാക്കി കാര്യം നോക്കും ദൈവം. ഉറപ്പാ, ദൈവം നിന്നെ വെളിയിലെടുത്തിട്ടുണ്ട്, നീ കുറിച്ചു വെച്ചോ, ബാക്കി മുഴുവൻ കാര്യവും നോക്കുന്നത് സർവശക്തന്. ദൈവം നമ്മളെ കൈക്ക് പിടിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് കേട്ട്, ആ വിളി കേട്ടൊരു പൊട്ടനെ പോലെ പൊട്ടിയ പോകൻ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എടുക്കാമോ ആ വാക്യം? എടുത്തിട്ട് ഇങ്ങ് വരാം. ഒന്ന് കൊരിന്ത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്തായി തോന്നും? പോഷത്വമായി തോന്നും, അല്ലേ? കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടം പേർക്ക് അതെന്തായി തോന്നി? പോഷത്വമായിട്ട് തോന്നി. എന്നാൽ വിശ്വസിക്കുന്നവർക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിന്റെ വായിച്ചേ, ക്രൂശിന്റെ 18 വാക്യം, 1-ാം 18 വാക്യം വായിച്ചേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തി. അപ്പൊ നശിച്ചു പോകുന്നവർ പറയും ഇവൾ പോക്കാന്ന് പറയും. പക്ഷേ നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാകുമ്പോൾ വിശ്വസിക്കുന്ന പൈതൽ പറയില്ല, പോക്കല്ല, അനുഗ്രഹമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? പോക്കല്ല, എൻ്റെ ദൈവം പറഞ്ഞത് അനുഗ്രഹം എന്നാണ്. പോക്കല്ല, അനുഗ്രഹിക്കപ്പെടും. ദൈവം എന്തെല്ലാം തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം ദൈവം എന്ത് ചെയ്യും. താഴോട്ട് വായിച്ചേ, കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത് വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ 26 മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. അടുത്ത് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ. നോക്കിയേ, ജ്ഞാനിയെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്താ എടുത്തത്? ഭോഷത്വമായത്. നോക്കിയേ, ആ മീൻ പിടിച്ചോണ്ട് നിന്ന പത്രോസിനെ ഒന്നും അറിയത്തില്ല, പഠിപ്പുമില്ല, വലിയ കഴിവൊന്നും ഇല്ല. പക്ഷേ ജനത്തിൻ്റെ നടുവിൽ സുവിശേഷം അറിയിക്കാൻ ഒന്നുമില്ലാത്തവനെ ദൈവം എടുത്തു. കണ്ടോ? ഒന്നുമില്ലാത്തവനെ കർത്താവ് എടുത്തു. അയാളിലൂടെ എത്രായിരം പേരെ കർത്താവിനെ കണ്ടുമുട്ടി.
അവസാനം അയാളുടെ കർത്താവിന് വേണ്ടിയായിരുന്ന അയാളുടെ ജീവിതവും മരണവും എല്ലാം. കണ്ടോ, ലോകം പോഷത്വം എന്ന് പറയുന്നതിനെ ദൈവം തൂക്കിയെടുക്കും. എന്നിട്ട് കർത്താവ് അങ്ങ് നിറയും. ഇതിനകത്ത് ആരല്ല നമ്മെ ചൊല്ലി പോഷന്മാരായി നമ്മളെ കണ്ടാലും കുഴപ്പമില്ല. സ്വർഗത്തിലെ ദൈവം പോഷന്മാരെ തൂക്കിയെടുത്ത് എൻ്റെ അപ്പൻ്റെതാക്കി മാറ്റും. പൈതലെ, ഇന്ന് പകൽക്കാലം എത്രവർക്ക് ആഗ്രഹമുണ്ട്? ദൈവത്തിന് നല്ലതിനെയല്ല തിരഞ്ഞെടുക്കുന്നത്, പോഷത്വമായതിനെ തിരഞ്ഞെടുക്കും. ഒന്നുകൂടെ വായിച്ചേ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. അടുത്ത്, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. എത്രയോ ബലഹീനമായത് നമുക്കറിയാം. സത്യ ദൈവം കണ്ടോ, ജ്ഞാനി ലജ്ജിപ്പിക്കാൻ സാധുവിനെ സ്വർഗം തൂക്കിയെടുത്ത്. മനസ്സിലാകുന്നുണ്ടോ? എത്രയോ പഠിപ്പില്ലാത്തവരിലൂടെ ലോകം കണ്ട മിടുക്കന്മാർ കർത്താവ് രക്ഷകനായി സ്വീകരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്രയോ പണക്കാർ ഒരു ചെറ്റമാടം പോലില്ലാത്ത ദൈവമക്കളിലൂടെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്നു, സ്വർഗം പ്രാപിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഏത് കൊട്ടാരത്തിനകത്തും ഏത് നേതാവിൻ്റെ അടുത്തും രാജാക്കന്മാരുടെ അടുക്കലും പലരെയും ദൈവം കൊണ്ടുപോകും. ഈ ലോകം കണ്ട് പഠിച്ച് വെട്ടിപ്പിടിച്ച ആൾക്കാരെല്ലാം കൊണ്ടുപോകുന്നു. പിന്നെയോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഏതുമില്ലാത്ത ലോകത്തിൽ മനുഷ്യന് പോഷരെന്ന് കണ്ടവരെ ദൈവം അങ്ങ് അവരെ നിറച്ചിട്ട് അവരെ പറഞ്ഞങ്ങ് വിടും. അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ എന്ത് പറയുന്നു നിങ്ങൾ പേടിക്കേണ്ട, പറയേണ്ടത് അവിടെ വച്ച് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അമ്മേ, ആ പരിശുദ്ധൻ എന്ന് പറയുന്ന വാക്ക് കേട്ട് അവിടെ പറയുമ്പോൾ കെട്ട് പൊട്ടും, ചങ്ങല അഴിയും, ബന്ധന ഉടയും. കാരണം ആത്മാവ് പറഞ്ഞാൽ ആത്മാവ് പറഞ്ഞാൽ ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി എനിക്ക് അറിഞ്ഞൂടാ. ദൈവാത്മാവ് പറഞ്ഞാൽ അവിടെ ദൈവാത്മാവ് പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? നടന്നിരിക്കും, ഉറപ്പാ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പൗലോസ് ഒരു കൂട്ടം പേരുമായിട്ട് കപ്പൽ പോവുകയാണ്. കപ്പൽ എന്ത് ചെയ്തു? തകർന്നു. 28 അധ്യായം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28 അധ്യായം ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ സ്തോത്രം, അപ്പോസ്തലിന് ദൈവം പറഞ്ഞു കൊടുത്തു, മക്കളെ ഈ കപ്പൽ തകരും, പക്ഷേ ആൾക്കാരൊന്നും എന്ത് ചെയ്യത്തില്ല, മരിക്കത്തില്ല. വെള്ളത്തിനകത്തൊക്കെ പോകും, പക്ഷേ നീന്താൻ അറിഞ്ഞുകൂടാത്തവരും മരിക്കത്തില്ല, നീന്താൻ അറിയാവുന്നവരും മരിക്കത്തില്ല. ഈ വെള്ളത്തിനകത്ത് ആർക്ക് നീന്താൻ അറിഞ്ഞുകൂടെങ്കിലും എല്ലാ എണ്ണം കര പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നീന്താൻ അറിഞ്ഞുകൂടാത്ത വെള്ളത്തിൽ വീണാൽ മരിക്കൂല്ലേ? ഉറപ്പായിട്ട് മരിക്കൂല്ലേ? അല്ലെങ്കിൽ അതിനുള്ള സംരക്ഷണം വേണം അല്ലേ? ഇല്ലെങ്കിൽ ആൾ മരിക്കത്തില്ലേ? പക്ഷെ ദൈവം പറഞ്ഞു ഒറ്റ എണ്ണം മരിക്കത്തില്ല. നീന്തൽ പഠിച്ചിട്ടാണോ? അല്ല, പിന്നെന്താ? അവിടെ നീന്തിക്കാൻ ദൈവമുണ്ട്, അവരെ കരയ്ക്കടുപ്പിക്കാൻ ദൈവമുണ്ട്. ദൈവം എന്ത് ചെയ്തു? പറഞ്ഞു. അതുപോലെ എന്ത് ചെയ്തു? കപ്പലെല്ലാം തകർന്നു, പക്ഷെ ആളുകൾ ആരും എന്ത് ചെയ്തില്ല? തകർന്നില്ല. കണ്ടോ, ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കര പറ്റിക്കുന്നത് ദൈവമാണ്. ബാക്കിയെല്ലാം അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിക്കുന്ന ആരാ? എൻ്റെ ദൈവമാണ്. വേറെ ഒന്നും തിരിഞ്ഞു പിടിച്ച് നോക്കല്ലേ. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു അല്ലേ? പോഷന്മാരെ നോക്കിയേ. കർത്താവ് തിരഞ്ഞെടുക്കുന്ന എപ്പോഴും ബലവാന്മാരെ തിരഞ്ഞെടുക്കത്തില്ല. വായിച്ചോ കൊരിന്ത്യർക്ക് ലേഖനം വായിച്ചേ. ബലമുള്ള ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. അടുത്ത്, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. സ്വത്രം ശ്രദ്ധിച്ചേ. പത്രോസിനെ തിരഞ്ഞെടുത്തപ്പോഴേ പത്രോസിന് പഠിപ്പുണ്ടായിരുന്നിട്ടാണ് തിരഞ്ഞെടുത്തെങ്കിൽ പത്രോസ് പറയുന്നത്, കണ്ടോ 3000 പേര് രക്ഷിക്കപ്പെട്ടത് ഞാൻ ഇന്നടുത്ത് പോയി പഠിച്ചിട്ട് വന്ന സാമർഥ്യമാണ്. പറയുമായിരുന്നില്ലായിരുന്നോ? പറയായിരുന്നില്ലല്ലോ? അതെ, ഉറപ്പ് പറയും. ആര് പറയും? പത്രോസ് പറയും, ഞാൻ ഇന്നടുത്ത് പോയി പഠിച്ചിട്ട് വന്നതിൻ്റെ സാമർഥ്യമാണ് 3000 പേര് രക്ഷിക്കപ്പെട്ടത്. പക്ഷെ ഇപ്പൊ പത്രോസിന് എന്തെങ്കിലും പറയാനുണ്ടോ? കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ
ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ. ഈ പത്രോസ് അവിടെ പറയുമായിരുന്നു, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നത് കൊണ്ടാണ് ഇവിടെ 3000 പേർ രക്ഷിക്കപ്പെട്ടെന്ന് പറയാതിരിക്കാൻ ദൈവം അവനെ അടപ്പിച്ച് അവന് വേറും മീൻ പിടിക്കാൻ മാത്രം അറിയാം. എന്നാൽ ഇപ്പൊ അവൻ മീൻ പിടിച്ച വലയില് ഒരു കൂട്ടം മീനാണ് പിടിച്ചോണ്ടിരുന്നെങ്കിൽ ഇന്നൊരു വല അവൻ വിരിച്ചു, സുവിശേഷത്തിന്റെ വല. ഓ, സുവിശേഷത്തിന്റെ വലക്കകത്ത് നരകത്തിൽ പോകുന്ന മനുഷ്യനെ അതിനകത്ത് കയറ്റി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി. നരകത്തിനകത്തേക്ക് ഒരു വല വിരിച്ചു. ഏത് വല? വചനത്തിന്റെ വലയ അങ്ങോട്ട് വിരിച്ചിട്ട് ആ വലക്കകത്ത് നരകത്തിൽ പോകുന്ന 3000 പാവികൾ അതിനകത്ത് കയറി കേട്ടോ. ആ 3000 എണ്ണത്തിനെയും വലിച്ചു കയറ്റി ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം രക്ഷിക്കപ്പെട്ടു, 3000 എണ്ണം സ്നാനപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലായി? കണ്ട, കഴിഞ്ഞ നാളിൽ പിടിച്ച മീന് പോലെയല്ല ഇപ്പൊ പിടിച്ച നരകത്തിൽ പോകുന്ന മീനുകളെ അമ്മേ വചനമെന്ന വല വീശി ആ വലക്കകത്തിട്ട്, വചനമെന്ന വലക്കകത്ത് ഇട്ട് അവന്റെ വചനത്തിലൂടെ വലിച്ച് അവൻ ക്രിസ്തു എന്ന രാജാവിന്റെ കാൽക്കൽ കൊണ്ടിട്ട് വചനത്തിലൂടെ പണിത് പാവത്തിന്റെ കറകളെ കഴുകുന്ന രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ യേശുവിനോട് ചേർന്നു. എത്ര എണ്ണം? 3000 പേർ. കണ്ടോ, കുലഹീനമായതും ഏതുമില്ലാത്തതുമായ പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് എൻ്റെ അപ്പനിൽ നിറഞ്ഞു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഹോദരനെ സഹോദരിയെ നമ്മളെ തിരഞ്ഞെടുത്തിട്ട് നമ്മളെ പഠിപ്പ് നിറഞ്ഞാൽ പഠിപ്പിസ്റ്റായിട്ട് പറയാം. പക്ഷേ ക്രിസ്തു നിറഞ്ഞാൽ അറിവ് വരില്ല, കഴിവ് വരില്ല, ജ്ഞാനം വരില്ല, എൻ്റേതൊന്നും വരില്ല. പിന്നെയോ അറിവില്ലാത്ത ആളായി ഞാൻ നിൽക്കും. ദൈവത്തെ ആശ്രയിക്കും, അറിയാന്നുള്ള ദൈവത്തെ ആശ്രയിക്കും. അറിയാന്നുള്ള ദൈവം ആത്മാവിൽ അവിടെ ഇടപെടുമ്പോൾ ദൈവം ചെയ്യേണ്ടതിനകത്ത് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധന്മാർ പറയുന്നു, മക്കളെ നീ എൻ്റെ ശിഷ്യനാണ്, നീ എൻ്റെ ശിഷ്യയാണ്. നിനക്ക് അറിവില്ലെന്ന് എനിക്കറിയാം, നിനക്ക് കഴിവില്ലെന്ന് എനിക്കറിയാം. നീ ലോകത്തിൽ നടുവിൽ സ്വത്രം പലരും നിന്നെ അംഗീകരിക്കാത്ത ആളായിരിക്കാം. പക്ഷേ ഞാൻ നിന്നെ അറിയുന്നുണ്ട്. നീ എൻ്റെ ശിഷ്യനാണ്, നീ എൻ്റെ ശിഷ്യയാണ്. ഞാൻ നിന്റെ അകത്ത് നിറഞ്ഞിട്ട് സ്വത്ര ഹല്ലേലൂയ എൻ്റെ വചനത്തിൻ്റെ വല വീശാൻ, ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. എൻ്റെ വചനത്തിൻ്റെ വല വീശുമ്പോൾ നരകത്തിൽ പോകുന്ന മീനുകൾ അതിനകത്ത് കയറും. നീ വചനത്തിന്റെ വല വലിച്ചു കയറ്റി ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് എത്തിക്കോ. അഭിഷേകം ആ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, അതെ, ആ ശക്തി എനിക്ക് വേണം, ആ കൃപ എനിക്ക് വേണം, ആ കൃപ എനിക്ക് വേണം, ആ കൃപ എനിക്ക് വേണം, ആ ശക്തി എനിക്ക് വേണം, ആ ശക്തി എനിക്ക് വേണം, ആ കൃപ എനിക്ക് വേണം, ആ അഭിഷേകം എനിക്ക് വേണം, ആ സാന്നിധ്യം എനിക്ക് വേണം. ഇന്ന് നീ പലരുടെ നടുവിൽ ഒരു നിന്ന പാത്രമായിരിക്കാം, ഒരു പരിഹാസ പാത്രമായിരിക്കാം, ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയായിരിക്കാം. അയ്യോ, ആരും അംഗീകരിക്കുന്നില്ലായിരിക്കാം. സാരമില്ല. എൻ്റെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവം നിന്നെ കൈക്ക് പിടിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിന്നിലൂടെ ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. വയസ്സ് പ്രായ ഭേദം നീ നോക്കല്ലേ, നിന്റെ പ്രായം നീ നോക്കല്ലേ, നിന്റെ കഴിവ് നീ നോക്കല്ലേ, മിടുക്ക് നീ നോക്കല്ലേ, നിന്റെ പഠിത്തം നീ നോക്കല്ലേ. ഓഹോ, ഹല്ലേലൂയ. പഠിപ്പല്ല ആവശ്യം. താല്പര്യമുണ്ടോ? ദാഹമുണ്ടോ? ആവേശമുണ്ടോ? എരിവുണ്ടെങ്കിൽ എരിവുള്ള നിന്നെ, അതെ, എനിക്ക് എരിവുണ്ടെങ്കിൽ, ദാഹമുണ്ടെങ്കിൽ, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ള ആളായി പോകാൻ. ബാക്കി നിറയ്ക്കുന്ന ദൈവമാണ്, ബാക്കി ഒരുക്കുന്ന ദൈവമാണ്, ബാക്കി എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്, ബാക്കി ശക്തീകരിക്കുന്ന ദൈവമാണ്, ബാക്കി എല്ലാം പ്രവർത്തി ദൈവമാണ്. ആ ദൈവം തന്നെ ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് കേൾപ്പിച്ച് എന്ന് ചെയ്യുന്നത് എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. മനുഷ്യരിൽ നിന്ന് പ്രാപിക്കുന്നത് വേറെ, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് വേറെ. കർത്താവിൽ നിന്ന് പ്രാപിച്ചാലുള്ള വ്യത്യാസം എന്നറിയാമോ? മനുഷ്യൻ നിന്ന് പ്രാപിച്ചാലും മനുഷ്യൻ നമുക്ക് നമ്മൾ പ്രാപിക്കും. പ്രാപിച്ച് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഏതാണ് ശരിയെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കും. പക്ഷെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ നമ്മൾ പറയും, ശരി വേറെ ഒന്നും നോക്കാനില്ല,
ഓ ശരിയോ തെറ്റോ വേറെ ഒന്നും. ഓ ഓ ഓ ഓ ഓ ജീസസ് 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 ശരിയോ തെറ്റോ. ആമേൻ 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 ആമേൻ. 10 പേർ പറയുന്നു നോക്കിയാ നീ പറയും 10 പേര് 10 രീതി പറയുന്നു. പക്ഷെ ദൈവം പറയും നോക്കിയാൽ നീ പറയും അത് ഒറ്റ വാക്യം. ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അന്തരീക്ഷം പറഞ്ഞില്ലേ, അന്തരീക്ഷം പറഞ്ഞോ. അപ്പൊ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം ചിന്തിച്ചു, കർത്താവ് ഞാൻ ഒന്ന് സ്വസ്ഥമാവേ അങ്ങോട്ട് ഓടട്ടെ. ഒറ്റ വരി ഞാൻ പ്രസംഗിക്കുന്ന ആളാ, നിങ്ങളോട് പറയാ കണ്ടോ കഴിവത്രേ എൻ്റെ മിടുക്കത്രേ. മനസ്സിലായോ? മിടുക്കൊന്നും പറയാനും പുകഴാനും പ്രശംസിക്കാനൊന്നും ഇല്ല. ഞാൻ ചിന്തിച്ച വേറെ ഒന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. ആര് ഈ കാണുന്ന മണ്ഡലത്തിലല്ലെന്ന് മനസ്സിലായോ? എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നേരിട്ട് കാണുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. പക്ഷെ അദൃശ്യ മണ്ഡലത്തിൽ പലതും ഉണ്ട്. മനസ്സിലായോ? ഉണ്ട്. എല്ലാം സംസാരിക്കാൻ. അപ്പം ഞാൻ മൊത്തത്തിൽ എന്ത് ചെയ്തു, ആള് മൊത്തം 1 മിനിറ്റിനകം വെച്ച് ടക്കനെ. അപ്പം ഞാൻ അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ചിന്തിക്കുകയാണ്, കർത്താവ് ഞാൻ എങ്ങോട്ട് പോയാൽ ഞാൻ പഴയതുപോലെ ആ സാന്നിധ്യത്തിനകത്ത് വരും, ഒന്ന് ഫ്രീ ആകും, ഈ പിടയിൽ വിപ്രകളൊക്കെ പോവും. അപ്പോഴാണ് ഈ വചനവും ശബ്ദവും സെക്കൻഡുകൾ കൊണ്ട് കണ്ടോ. അപ്പോൾ 10 ശബ്ദം കേട്ടെങ്കിൽ എനിക്ക് അത് ഞാൻ ഫ്രീ ആകത്തില്ല. പക്ഷേ ദൈവശബ്ദം സത്യമാകയാലും അത് ഉറപ്പാകയാലും കണ്ടോ. ഓ ഓ അതാ പറഞ്ഞേ, ദൈവശബ്ദം ഉറപ്പാകയാലും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പം എടുത്ത് വാഴ്ത്തി നൂർക്കണ്ടോ. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് ഒന്ന്, അത് പറച്ചിൽ ഒന്നുണ്ട്, അതൊരു ഉറപ്പായിരിക്കും, അത് പവറായിരിക്കും. കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ, ഇന്ന് പകൽക്കാലം കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ, യേശുവിൽ നിന്ന്, സർവശക്തനിൽ നിന്ന്, എന്റെ ദൈവത്തിൽ നിന്ന്, എന്റെ ദൈവത്തിൽ നിന്ന്, എന്റെ ദൈവത്തിൽ നിന്ന്, എന്റെ ദൈവത്തിൽ നിന്ന്. ഓഹോ ഓഹോ പറഞ്ഞേ അപ്പാ, എന്റെ അപ്പനോട് നടക്കാൻ ഒരുക്കമാണ്, എന്റെ അപ്പനോട് നടക്കാൻ ഒരുക്കമാണ്. അപ്പനിൽ നിന്ന് പ്രാപിക്കുക, അപ്പന്റെ കൃപ പ്രാപിക്കുക, അപ്പന്റെ ശക്തി പ്രാപിക്കുക, അപ്പന്റെ ബലം പ്രാപിക്കുക. എനിക്ക് കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുക. ഓ ജീസസ് 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 ജീസസ്. എന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിലും ആരും ചേർത്ത് പിടിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ അപ്പൻ എനിക്ക് ചിലത് പ്രാപിക്കണം. യേശുവേ ഇതാ ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. എത്ര പേര് പറയും കർത്താവേ, കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും കണ്ടോ. പുസ്തകം പറഞ്ഞ വരി കണ്ടോ. അമ്മേ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പത്രോസിന് ഒന്നും അയാൾക്ക് പറയാനൊന്നുമില്ല. അല്ലെങ്കിൽ അയാളുടെ അറിവിൽ നിന്ന് പറയുമായിരുന്നു. പക്ഷെ അറിവിൽ നിന്ന് പറയുന്നത് എൻ്റെ അപ്പൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആത്മാവിൽ നിന്ന് പറയാൻ വേണ്ടി ആ മീൻപിടിക്കാരനെ വിളിച്ചു. എൻ്റെ അപ്പൻ അങ്ങ് നിറഞ്ഞു. ആത്മാവിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000 എണ്ണം ഒറ്റ പ്രസംഗത്തിൽ. ഓ ജീസസ്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ദിവസം പ്രസംഗിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്തോത്രം. കഴിവിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ പരാജയപ്പെടും. യോന സ്തോത്രം ദൈവം പറഞ്ഞ് നിനവേലേക്ക് പോകാൻ ദൈവത്തിൻ്റെ ശക്തിയാലാണ് പറഞ്ഞത്. പക്ഷെ ദൈവം പറഞ്ഞ് കേൾക്കാതെ അവൻ വീണുല്ലേ. എന്നാൽ ദൈവം പറഞ്ഞ് ശക്തിയാൽ അവൻ തിരിച്ചു പോയി. 1,20,000 ചില്ലുവാനം പേര് ഒറ്റ മിനിറ്റ് പ്രസംഗിച്ചില്ല. 1,20,000 ചില്ലുവാനം പേര് ഒറ്റ മിനിറ്റിനകത്ത് രക്ഷിക്കപ്പെട്ടെന്ന്, മുട്ടുമടക്കിയെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം എന്താ? ആത്മാവിൽ അവനെ തൂക്കിയെടുത്തു. ഓ പറ എന്നിൽ നിറയുക. അപ്പ പറഞ്ഞേ നമ്മുടെ കഴിവും അറിവും പൊട്ടാട്ടെ, ദൈവം നിറയട്ടെ. ദൈവം ഓ പറ യേശു എന്നെ നിറയുക. ഓ എന്നിൽ നിറയുക. ഓ അപ്പ എന്നിൽ നിറയുക. യേശുവേ എന്നിൽ നിറയുക. എന്റെ ദൈവമേ എന്നിൽ നിറയുക. നമ്മളെ ചുറ്റും പലരും പല വാക്കുകളും പറയും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. അബ്രഹാമിൻ്റെ ചുറ്റും ഒരുപാട് ശബ്ദം കേട്ടു. പക്ഷെ അബ്രഹാം നോക്കിയത് വേറെ ആരെയല്ല, എൻ്റെ ദൈവത്തെ നോക്കി. ലോകം ഒരുപക്ഷെ അബ്രഹാമിനോട് പറഞ്ഞിരിക്കും നീ തീർന്നെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു നീ ഒരു അനുഗ്രഹം, നീ ഒരു അനുഗ്രഹം. ഇന്നിനകത്തിരിക്കുന്ന മകളെ നീ ഒരു ശാപമല്ല, നീ ഒരു അനുഗ്രഹമാണ്. ഓ ആമേൻ. നിന്റെ വാക്ക് അനേകർക്കൊരു അനുഗ്രഹം. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം ഉൽപ്പത്തി പുസ്തകം അടുത്ത വാക്യം വായിച്ചേ. 12 അടുത്ത വാക്യം വായിച്ചേ. നിന്നെ അനുഗ്രഹിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കും,
നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നോക്കേ, വായിച്ച വരി ഒന്നുകൂടെ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. കണ്ടോ? അടുത്ത നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അടുത്ത വരി, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം ഒരാളിനെ വിളിച്ചിറക്കിയാൽ പൈതലെ ലോകം പറയും തീർന്നെന്ന്. പക്ഷെ ദൈവം പറയില്ല, ഞാനുണ്ട്. നമ്മൾ ഏതെടുക്കും? ഏത് വേണം? ആരുടെ വാക്ക് വേണം? ദൈവത്തിന്റെ വാക്ക്. അടുത്ത വാക്യം വായിച്ചേ. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ. കണ്ടോ? നമ്മൾ ചിന്തിക്കണം, ദൈവം എന്നെ വിളിച്ചിറക്കി, ഞാൻ ദൈവം കൽപ്പിച്ചതുപോലെയാണോ ചെയ്യുന്നത്? അതോ മനുഷ്യൻ ഇവരൊക്കെ അവരെ അഭിപ്രായം, നമ്മുടെ സാക്ഷ്യങ്ങൾ പറയാറുണ്ടല്ലേ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ടല്ലേ. പക്ഷെ അഭിപ്രായത്തെക്കാൾ വലുത് ഏതാണ്? ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അഭിപ്രായത്തെക്കാൾ വലുത് ദൈവം എന്ത് പറയുന്നു. കണ്ടോ? ഒരുപാട് സാക്ഷ്യങ്ങൾ കാണും, ഒരുപാട് അഭിപ്രായങ്ങൾ, ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ദൈവം കൊടുക്കും, അത് അവർക്കുള്ളതാണ്. പക്ഷേ അനുഭവങ്ങൾ ഒരുപാട് കാണും, അഭിപ്രായങ്ങൾ ഒരുപാട് നമ്മളോട് പറയും, നമ്മുടെ സാക്ഷ്യങ്ങളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ ഇതിൻ്റെ നടുവിലെല്ലാം ഏറ്റവും വിലപ്പെട്ടത്, അനുഭവങ്ങൾ നല്ലതാണ്, സാക്ഷ്യങ്ങൾ നല്ലതാണ്, ഞാൻ പറയും അതിൻ്റെ നടുവിൽ വിലപ്പെട്ടത് സ്വത്രം. നമ്മുടെ സാക്ഷ്യത്തെക്കാൾ ഇന്നലെ എൻ്റെ മോനും ഞാനും കൂടെ ഇങ്ങനെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് തോന്നുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുമിച്ച് വണ്ടി പോകുമ്പോഴാണ് കുറേ നേരം സംസാരിക്കാൻ കിട്ടുന്നത്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കാര്യം സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ ശരിയാണ്, സാക്ഷ്യം നല്ലതാണ്, സാക്ഷ്യം നല്ലതാണ്. പക്ഷേ എൻ്റെ സാക്ഷ്യത്തെക്കാൾ, എൻ്റെ സാക്ഷ്യം ഓരോരുത്തരും പറഞ്ഞ ഒരു കൂട്ടം പേർ കരയും ചെയ്യും. ശരിയാണോ? അല്ലേ? കരയത്തില്ലേ? ഇരിക്കുന്നവർ ഏതാണ്ട് ഒരു കരയുമില്ലേ? എവിടെ കൺവെൻഷൻ പോയാലും എൻ്റെ സാക്ഷ്യം പറഞ്ഞ കരയാത്തൊരാരും കാണോ? എല്ലാ സാക്ഷ്യവും പറഞ്ഞ കരയാത്ത, പ്രധാനപ്പെട്ട സാക്ഷ്യം മാത്രം പറഞ്ഞ പോലെ കരയാത്തൊരാരെയും കാണോ? അപ്പം ശരിയാണ്, സാക്ഷ്യം പറഞ്ഞ കരയും, ശരിയാണ്. പക്ഷെ യേശുവിനേക്കാൾ വലിയ സാക്ഷ്യമൊന്നുമില്ല. എൻ്റെ സാക്ഷി ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല, യേശുവിൻ്റെ സാക്ഷിയാണ് രക്ഷിക്കുന്നത്. ആൾക്കാരെ കൊണ്ടുവരാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ അനുഭവം നല്ലതാ, ആൾക്കാരെ കൊണ്ടുവരും, അവർ കരയും, അവർ ചിലപ്പോൾ ചർച്ച വന്നെന്ന് വരും. പക്ഷെ സ്വർഗത്തിൽ കൊണ്ടുപോകണം യേശുവിൻ്റെ സാക്ഷിയാണ്. നിനക്കിപ്പോൾ പിടി കിട്ടിയോ? എൻ്റെ സാക്ഷിയേക്കാൾ വലിയൊരു സാക്ഷ്യം. കണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് സാക്ഷ്യം വേണ്ടതല്ല, വേണം. പക്ഷെ യേശുവിൻ്റെ സാക്ഷ്യമാണ് പാപം മോചിപ്പിക്കുന്നത്, ബന്ധനം അഴിക്കുന്നത്, കെട്ടഴിക്കുന്നത്, ഉയർത്തുന്നത്, സ്വർഗത്തിലെത്തിക്കുന്നത്, എല്ലാം. ഇതിനൊരു സാക്ഷി യേശുവിൻ്റെ സാക്ഷ്യത്തെക്കാൾ വലുത് ഈ ലോകത്തിന് ആർക്കുമില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? യേശുവിൻ്റെ സാക്ഷ്യത്തെക്കാൾ വലിയൊരു സാക്ഷി ആർക്കുണ്ട്? അടുത്ത വാക്യം വായിച്ചേ. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അടുത്ത്, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അടുത്ത്, കർത്താവ് ഈ മനുഷ്യൻ നോക്കിയത്, ദൈവം എന്നോട് എന്ത് പറയും? ദൈവം എന്നോട് എന്ത് പറയും? ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ ഒരുപാടത്ത് അവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് ഒരുപാട് ജനങ്ങൾ ഒരുപക്ഷെ വന്നതാണ്. പക്ഷെ സ്വർഗത്തിലെത്തിക്കണമെങ്കിൽ അപ്പോസ്തലന്റെ സാക്ഷ്യം സ്വർഗത്തിലെത്തിക്കുന്ന സാക്ഷ്യമാണ്. അല്ല, സ്വർഗത്തിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ രക്തവും യേശുവുമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞ എൻ്റെ സാക്ഷ്യവും മനുഷ്യരുടെ സാക്ഷി, എൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ സാക്ഷ്യം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ സാക്ഷ്യം പറയുന്നല്ല, ആരോടും നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞ് ഒരാളിനെ കർത്താവിലേക്ക് കൊണ്ടുവരില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്തൊരു സത്യമുണ്ട്, ആ സത്യം പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്തൊരു യഥാർത്ഥ സത്യമുണ്ട്. എന്താ സത്യം? എൻ്റെ സാക്ഷ്യത്തെക്കാൾ വലിയൊരു സാക്ഷ്യമുള്ള ആളാണ് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എൻ്റെ സാക്ഷിയൊക്കെ കേട്ടോ നിങ്ങൾ കരഞ്ഞു സിസ്റ്റർ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അന്നിപ്പം ഞാൻ പറഞ്ഞ ഇവിടെ ഒന്നും നിൽക്കത്തില്ല, ഇവിടെ ഒന്നും തികയത്തില്ല, എത്ര പുസ്തകം എഴുതിയാൽ എൻ്റെ സാക്ഷ്യം തിരുത്തില്ല നമ്മൾ പറയത്തില്ലേ? പക്ഷേ യേശുവിൻ്റെ സാക്ഷ്യത്തെക്കാൾ വലിയൊരു സാക്ഷിയാണ് എൻ്റെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ സാക്ഷ്യം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ സാക്ഷ്യം പറയലെന്നല്ല, സാക്ഷ്യം പറഞ്ഞ ഒരാൾ പള്ളി വരില്ല, ദൈവത്തെ അറിയില്ലെന്നല്ല, ദൈവത്തെ ചിലപ്പോൾ അറിയുമായിരിക്കും, ചിലപ്പോൾ സാക്ഷ്യത്തിലൂടെ ആയിരിക്കും ദൈവം വെച്ചിരിക്കുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് പറയാറുണ്ട്, മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾ വേറെ ഒരു നെഗറ്റീവ് ചിന്തയിൽ എടുക്കരുത്. ഞാൻ പറഞ്ഞ അർത്ഥം, എൻ്റെ സാക്ഷ്യം ഒരാൾ കേട്ടു എന്ന് പറഞ്ഞോ കരഞ്ഞു എന്ന് ഞാൻ സ്വർഗത്തിലെത്തത്തില്ല.
യേശുവിനെ കണ്ടാൽ യേശുവിൻ്റെ സാക്ഷി എന്നെക്കാൾ വലുതാണ്, അത് രക്ഷിക്കുന്നതാണ്, അത് കഴുകുന്നതാണ്. നമുക്ക് പിടികിട്ടി, ഞാനാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ സാക്ഷി പറയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സാക്ഷി പറയുന്നത് നല്ലതാണ്. ഒരാൾ പാപിയായിരുന്നു, ഞാനിപ്പോൾ യേശുവിനെ കണ്ടുമുട്ടി. അതുപോലെ ഇത് കേൾക്കുമ്പോൾ മറ്റൊരാളിനും യേശുവിനെ കണ്ടുമുട്ടാൻ തോന്നും. പക്ഷേ സ്വത്രം, എൻ്റെ സാക്ഷ്യത്തെക്കാൾ വലിയൊരു സാക്ഷ്യം യേശു എനിക്ക് വെച്ച് തന്നിട്ടാണ് പോയത്. ആ സാക്ഷ്യത്തിലൂടെ, ആ സാക്ഷ്യത്തിനാണ് വില, ആ സാക്ഷ്യത്തിനാണ് മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുക. നരകത്തിൽ നിന്ന് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നരക തീക്കകത്തുനിന്ന് നിത്യത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സാക്ഷ്യമേ ഉള്ളൂ, യേശുവിൻ്റെ വചനമേ ഉള്ളൂ, യേശുവിൻ്റെ ശക്തിക്കേ സാധ്യമുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ സാക്ഷ്യം പോലൊരു സാക്ഷ്യം ഈ ഭൂമിയിൽ ഇതിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സാക്ഷ്യം പറഞ്ഞ് ഒരു കൂട്ടം ജനങ്ങൾ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരെ കൊണ്ടുവരും. ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇന്ന് യേശുവിനെ യഥാർത്ഥമായിട്ടൊക്കെ സ്നേഹിക്കണമെങ്കിൽ അത് ദൈവം തുടരണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ദൈവം, ഞാൻ ഈ ഇടയ്ക്ക് ഒരുപാട് ദിവസം ചിന്തിച്ചൊരു വിഷയമാണ്. ഒരുപാട് ദിവസം ചിന്തിച്ചു, ഒരുപാട് ദിവസം, രാത്രിയും പകലും. ഒരു വ്യക്തിക്ക് യേശുവിനോടൊപ്പം അങ്ങനെ നിൽക്കണമെങ്കിൽ അത് സ്നേഹമുണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ അവരെ അടിച്ചതിനും വേണ്ടി വരും, പറഞ്ഞതിനും വേണ്ടി ചെയ്യും, അങ്ങ് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെയല്ല, രണ്ടും രണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നിൽക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ സ്നേഹവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്നേഹമുള്ള ആളിനെ തള്ളണ്ട, സ്നേഹമുള്ള ആളിൻ്റെ ഉന്തണ്ട, സ്നേഹമുള്ള ആളിനെ സ്വത്രം വരുമോ എന്നൊരു 10 പ്രാവശ്യം ചോദിക്കണ്ട. സ്വത്രം സ്നേഹമുള്ളവൻ ഇങ്ങോട്ട് പറയും, എനിക്കും എൻ്റെ അപ്പനോയി പോകണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തുവിനോട് സ്നേഹം കൊണ്ട് ചെയ്യുന്നതും ഒരാളിൻ്റെ പ്രസ്സിങ്ങിലൂടെ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വന്ന് ആരാധിക്കുന്നതും ക്രിസ്തുവിനോടുള്ള ഇഷ്ടം കൊണ്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രസംഗിക്കുന്നതും അത് പ്രസാദമാണ്. എന്നാൽ മറ്റൊരാളിനോട് അല്ലെങ്കിൽ അപ്പന്, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, അപ്പനും അമ്മയും അടി കൊടുത്ത് ഉപദ്രവിച്ച് മക്കളെ കൊണ്ടു വന്നേ തീരും, അല്ലെങ്കിൽ അവർ പോക്ക്. സംഭവം എന്താ? പള്ളി വന്ന് കണ്ടല്ലോ. മറ്റേ സ്നേഹമുള്ളവർ അങ്ങനെയല്ല, അവർക്ക് ഇതൊന്നും ചിന്ത വരില്ല. അവർ യേശുവിനെ കാണും, പ്രാപിക്കും, തിരിച്ചു പോകുമ്പോൾ പ്രാപിച്ച് തിരിച്ചു പോകും. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടും രണ്ടാണ് സ്നേഹിതരെ. പറഞ്ഞ് ആരാധിപ്പിക്കുന്നതും ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് ആരാധിക്കുന്നതും രണ്ടും രണ്ടാണ്. ദൈവത്തിന് മഹത്വം. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ദൈവത്തിൻ്റെ വാക്ക് കേട്ടു, ഇറങ്ങി തിരിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ അബ്രഹാം പോയിടത്തെല്ലാം ദൈവം കൂടെ ചെന്നു. സ്തോത്രം. 18 അധ്യായം വായിക്കുമ്പോൾ, അതുകൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. 17 അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. കണ്ടോ? വിളിച്ച് വേദനിച്ച് പോയെന്നാണ് നടക്കുന്നത്? അല്ല 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 അല്ല, ദൈവം കൂടെ ഉണ്ടായിരുന്നു. ആമേൻ, ദൈവം കൂടെ ഇരുന്നു. പക്ഷേ പ്രത്യക്ഷപ്പെടേണ്ട സമയമാകുമ്പോൾ അർത്ഥം എന്താ? അതുവരെ ഇല്ലെന്നാണോ? അതുവരെ ശരി, അബ്രഹാമിനെ അവിടെ വെച്ച് വിളിച്ച് വേർതിരിച്ചു. അതുവരെ അബ്രഹാം ഒറ്റയ്ക്ക് നടന്നു. ദൈവം ഇല്ലെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. പിന്നെ ദൈവം അബ്രഹാമിനോട് ഉണ്ടായിരുന്നു. പക്ഷെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അബ്രഹാമിനെ കാണാൻ പറ്റണ്ടേ? പക്ഷെ അബ്രഹാം ഇവിടെ കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായോ? വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഞാൻ സർവശക്തിയുള്ള, ഇന്നിനകത്തിരിക്കുന്ന പൈതരെ, എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവം അത്രേ. സർവശക്തിയുള്ള. ഏതൊക്കെ ഭാഗത്ത് ശക്തിയില്ലാതെ ഇതിനകത്ത് വന്നിരിക്കുമ്പോഴും നിന്നെ വിളിച്ച ദൈവം ഓരോ അവസ്ഥയിൽ ശക്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് ശക്തനാകുന്ന ദൈവം ഇറങ്ങി വരും. ബലഹീനതയോടെ ഇരിക്കുന്ന സമയത്ത് ശക്തനാകുന്ന ദൈവം ഇറങ്ങി വരും. കണ്ണുനീരോടെ ഇരിക്കുന്ന സമയത്ത് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഞരക്കത്തോടെ ഇരിക്കുന്നിടത്ത് അവൻ ഞരക്കങ്ങളെ മാറ്റുന്ന ദൈവം ഇറങ്ങി വരും. സ്വസ്ഥത ഇല്ലാതിരിക്കുന്നിടത്ത് സ്വസ്ഥതയെ തരുന്ന ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ആരും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് ശക്തിയുള്ളവൻ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ളവൻ നമ്മുടെ അടുത്തിറങ്ങി വന്ന് ആ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയും, മക്കളെ വാ, ഞാൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. ലോകാവസാനത്തോളം ഞാൻ നിനക്കുണ്ട്. മനുഷ്യൻ പറഞ്ഞ വാക്ക് നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞ മാത്രം നീ നോക്കിയാൽ മതി. നീ ലോകത്തെ നോക്കണ്ട, മനുഷ്യൻ എന്ത് പറഞ്ഞെന്ന് നോക്കണ്ട, ഞാൻ പറഞ്ഞത് നീ മാത്രം നോക്ക്. ഞാൻ ലോകാവസാനത്തോളം, എല്ലാ നാളും ലോകാവസാനത്തോളം, വാക്ക് മറക്കല്ല, ലോകാവസാനത്തോളം, എല്ലാ നാളും ലോകാവസാനത്തോളം കൈ
കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ ദൈവം നിന്നോട് പറഞ്ഞു, മക്കളെ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്. അബ്രഹാമിന്റെ ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ അടുക്കൽ 3 പേര് ഇറങ്ങി വന്നു. അതിൽ ഒന്ന് എൻ്റെ ദൈവമായിരുന്നു. 3 പേര് സാധാരണ മനുഷ്യരെ പോലെ, എൻ്റെ ദൈവം 3 പേർ സാധാരണ മനുഷ്യരെ പോലെ. 19-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ 1-2 വാക്യം വായിച്ചേ. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സൊദോമിൽ എത്തി. ലോത്ത് സൊദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. 18-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 18-ാം വാക്യം 1-2 വായിച്ചേ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാര വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ. നീ തല കമഴ്ത്തി ഇരിക്കുമ്പോഴും നിന്റെ ഇരിപ്പറഞ്ഞിറങ്ങി വരുന്ന ദൈവം കണ്ടോ. തല കമഴ്ത്തിയിരിക്കുന്ന എന്ത് ചെയ്യും അപ്പാ? കണ്ടോ, അബ്രഹാം ഒരുപക്ഷെ തല കമഴ്ത്തിയതിന് അർത്ഥം ദൈവത്തിനറിയാം. നമുക്കറിയത്തില്ല ഇവൻ എന്തുകൊണ്ടാ ഇങ്ങനെ ഇരുന്നെന്ന്. എങ്കിൽ പിന്നെ തല കമഴ്ത്തിയിരുന്നു എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതിന് എന്തോ ഒരർത്ഥം ദൈവത്തിനുണ്ട്. തല കമഴ്ത്തിയിരിക്കുന്ന സമയത്ത് ആരിറങ്ങി? ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ ഏതെല്ലാം വിഷയത്തിനകത്ത് തല കമഴ്ത്തി കുമ്പിട്ടിരിക്കുന്നു. അയ്യോ അപ്പാ, എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? മൗനമായി ഇരിക്കുന്ന സമയത്ത് അപ്പൻ ഇറങ്ങി വന്ന് പറയും, മക്കളെ, ഞാനുണ്ട്, നീ പേടിക്കണ്ട, ഞാനുണ്ട്, നീ ധൈര്യമായിട്ടിരി. വായിച്ചേ, ബാക്കി ഒന്നുകൂടെ വായിച്ചേ. അവൻ തലമുക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാര വാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അവസാനം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പിൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. മതി. അത് കഴിഞ്ഞ് നീ വായിക്കേണ്ടത് 13-ാം വാക്യം വായിച്ചേ. യഹോവ അബ്രഹാമിനോട് 10-ാം വാക്യം, ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നിന്റെ ഭാര്യ സാറ എവിടെ? 9 മുതൽ. നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിനെ കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അന്ന് അവിടെ ഇവൻ കമന്നിരിക്കുമ്പോ ദൈവം അവിടെ ഇറങ്ങി വന്ന 2 കാര്യത്തിനാണ്. ഒന്ന്, അബ്രഹാമിനോട് സംസാരിക്കണം. അബ്രഹാം ആരെ കാണണം? ദൈവത്തെ കാണണം. അബ്രഹാം നേരിട്ട് ദൈവത്തെ കാണട്ടെ എന്ന് എഴുതി ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. 2, അബ്രഹാം കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ദൈവം തമ്പുരാൻ അബ്രഹാമിൻ്റെ അടുക്ക് ഇറങ്ങി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇറങ്ങി വന്നു. 3, ഇവന്റെ തലയെ നിവർത്തി പിടിക്കാൻ ഇറങ്ങി വന്നു. കണ്ടോ? വായിച്ചേ അടുത്ത വരി. അപ്പോൾ നിന്റെ ഭാര്യ സാറാക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാര വാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അബ്രഹാം സാറായും 14-ാം വാക്യം വായിച്ചേ. 14-ാം വാക്യം നിങ്ങൾ ബാക്കി വീട്ടിൽ പോയി വായിച്ചാൽ 14-ാം വാക്യം. യഹോവയിൽ കഴിയാത്ത കണ്ടോ? അപ്പൊ ഈ 3 പേരിൽ ഒരാളാരായിരുന്നു? ദൈവം. ദൈവത്താൽ കഴിയാത്ത ഒന്നും ഇല്ല. സ്തോത്രം. അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പ്രത്യക്ഷപ്പെടേണ്ട സമയത്ത് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു. അല്ലാത്ത സമയത്തെല്ലാം അബ്രഹാമിൻ്റെ കൂടെ ഉണ്ട്. പ്രയാസത്തിൻ്റെ നടുവിലും ദുഃഖത്തിൻ്റെ നടുവിലും കണ്ണുനീരിൻ്റെ നടുവിലും തല കമഴ്ത്തിയിരിക്കുമ്പോഴും അടുത്ത് വേറെ ആരും വന്ന് സംസാരിക്കാൻ ഇല്ലാണ്ടിരുന്നപ്പോഴും അബ്രഹാമിൻ്റെ അടുക്കൽ ഒരു ദൈവം ഇന്ന് ഇതിനകത്തും വ്യത്യസ്തമായ വിഷയത്തോടെ ഇതിനകത്തിരിക്കുന്ന പൈതലെ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുന്ന, നിന്റെ തലയെ ഉയർത്തിപ്പിടിക്കുന്ന, നിന്നോട് മാറോട് ചേർക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. അബ്രഹാമിന് അവസാനം വരെയും ദൈവം കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു. അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ അബ്രഹാം നോക്കി, എന്നെ വിളിച്ചതാര്? അവൻ തിരിച്ചറിഞ്ഞു, എന്നെ വിളിച്ച സർവശക്തൻ. അവൻ തിരിച്ചറിയുക മാത്രമല്ല, ആ ശബ്ദം കേട്ട് അതനുസരിച്ചു. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുപാട് ശബ്ദം കേൾക്കാറുണ്ട്. സ്വത്രം നമ്മൾ നേരത്തെ വായിച്ചില്ലേ? മത്തായി 22 അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വായിച്ചേ. അവസാനം 2-3 വാക്യം. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ
ലോക അവസാനത്തോളം ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പൈതലേ നമ്മുടെ കൂടെ ഉണ്ട്. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഒരുപാട് വരെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അവസാനം വരെ ഇട്ടിട്ട് പോയെന്നല്ല, അന്ത്യം വരെ കൂടെ നിന്നു. ലോകം പറയുന്നതല്ല ശരി, ശത്രു പറയുന്നതല്ല ശരി, ദൈവം പറയുന്നതാണ് ശരി. ആര് പറയുന്നത് ശരി? ലോകം പറയുന്നതല്ല ശരി. സത്യം ആര് പറയുന്നത്? ആര് പറയുന്നത് സത്യം? ചിലപ്പോൾ അവർ പറഞ്ഞേക്കാൾ ശരിയായിരിക്കും, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ശരികളായിരിക്കാം. പക്ഷെ സത്യം അതല്ല. സത്യം എൻ്റെ യേശു പറഞ്ഞതാ. യേശു പറഞ്ഞ മക്കളെ, അവരൊക്കെ പറയുന്ന വാക്കല്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നിലൂടെ സകലരും അനുഗ്രഹിക്കപ്പെടും. സ്വത്രം, ഞാൻ ലോകാവസാനത്തോളം നിന്റെ കൂടെ ഇരിക്കും, നിന്റെ കൂടെ ഇരിക്കും. നീ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. നിങ്ങളോ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. ഞാനോ ലോകാവസാനത്തോളം നിന്റെ കൂടെ ഇരിക്കും. അവിടെയൊക്കെ നീ പറയേണ്ടത് എൻ്റെ വചനമായിരിക്കണം. എൻ്റെ കണ്ടോ അതിൽ കൊടുത്തിരുന്നുണ്ടോ? എന്താന്ന് പറഞ്ഞേ? എൻ്റെ വചനമല്ല, പിന്നെ എൻ്റെ വചനമല്ല, പിന്നെ എന്ത് പറയാൻ പറഞ്ഞു? പറ. അവർ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് പറഞ്ഞത്? കർത്താവിനോട് പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലായോ നിന്റെ സാക്ഷ്യത്തിൻ്റെ എൻ്റെ സാക്ഷ്യത്തിൻ്റെ വില ഉണ്ടോ? അത് ഞാൻ ഇവിടെ കേട്ടതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഏത് വരി? സ്തോത്രം. നിങ്ങൾ പോകുമ്പോൾ അവരോട് എന്ത് പറയാൻ പറഞ്ഞു? സകല കൽപ്പനകളും പ്രമാണിച്ച്. കണ്ടോ, അതാ പറയുമ്പോൾ എൻ്റെ കൽപ്പനയല്ല, ദൈവത്തിൻ്റെ വചനം. വചനത്തിലൂടെ ജീവിക്കുന്നു അല്ലേ? ഹല്ലേലൂയ. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. കേട്ട വചനത്തെ